അതൊരു പുരാവസ്തുവാണ്. പുരാവസ്തു അല്ല സാർ, പഴയ പുലിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അൺഗാർഡ് ചെയ്തിട്ടുള്ളത് ഹോട്ട് വീൽസിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ടൊയോട്ട സുപ്ര MK4 എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ പോൾ ഇട്ടപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ് ഈ ഒരു വാഹനം അൺഗാർഡ് ചെയ്യണമെന്നായിരുന്നു. ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഇതിൻ്റെ ഒരു പെയിൻറ്റ് ക്വാളിറ്റിയാണ്. നല്ല മെറ്റാലിക് ഫിനിഷുള്ള ഒരു നല്ലൊരു ഗ്രീൻ കളറും അതിന് മുകളിൽ ബ്ലാക്ക് ഗ്രാഫിക്സും വരുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഫ്ലാഷ് യൂസ് ചെയ്താണ് എടുത്തിട്ടുള്ളത്, എങ്കിൽ ആ ഒരു ഷൈനിങ് നമുക്ക് നന്നായി അറിയാൻ പറ്റുള്ളൂ. റൈറ്റ് സൈഡിൽ ഫ്യൂൽ ലിഡ് കാണാം. റൂഫൊക്കെ തന്നെ പ്ലെയിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫെൻഡറിൻ്റെ സൈഡിലെ ഹോട്ട് വീൽസിൻ്റെ മറ്റും ബാഡ്ജിങ്ങൾ കൊടുത്തിട്ടുള്ളത് കാണാം. ഫ്രണ്ടിലെ ടൊയോട്ടയുടെ അതുപോലെ തന്നെ പ്രോപ്പർ ഹെഡ്ലാമ്പിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. താഴെ മെഷ് ഗ്രില്ലായിട്ടാണ് വരുന്നത്. ഹുഡ്ഷെല്ലിന് മുകളിൽ ചെറിയ സ്കൂപ്പിംഗ് കൊടുത്തിട്ടുള്ളത് കാണാം. ഇന്റീരിയർ ഒക്കെ ഫുള്ളി ഒരു ഡാർക്ക് തീമിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഡാഷ്ബോർഡിൻ്റെ മറ്റും ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗിയർ നോബ്, സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളും എല്ലാം തന്നെ നന്നായി തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബ്രോൺസ് അലോയ്സ് ആണ്. അത് നല്ല അത്യാവശ്യം മാച്ചിങ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. JDCയുടെ ഒരു ബാഡ്ജിങ് ഇരു ഫെൻഡറുകളിലും കാണാം. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്പോയിലർ തന്നെയാണ്. വലിയൊരു സ്പോയിലറാണ് പിന്നിൽ കൊടുത്തിട്ടുള്ളത്. ടെയിൽ ലാമ്പും ലൈസൻസ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിലും കൊടുത്തിട്ടില്ല. താഴെ ഡ്യുവൽ എക്സോസ് ടിപ്സ് കൊടുത്തിട്ടുള്ളത് കാണാം. അവിടെ നിന്ന് തന്നെ എടുത്തു പറയാനുള്ള ഒരു സൈഡ് പ്രൊഫൈലിൻ്റെ വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഒരു സൂപ്രയ്ക്ക് ലഭിക്കുന്നത്. അതിലെടുത്തു പറയേണ്ട ആ ഒരു സ്പോയിലറിൻ്റെ കാര്യം തന്നെയാണ്. വലിയൊരു സ്പോയിലറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ബേസിൽ നമുക്ക് കാണാം ക്രോമിയം ഫിനിഷിലാണ് ബേസ് മൊത്തം കൊടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽസും കാര്യങ്ങളും അതിനുള്ളിൽ കൊടുത്തിട്ടുള്ളത് കാണാം. മെയ്ഡ് ഇൻ മലേഷ്യ, ടൊയോട്ട സുപ്ര. ഹോട്ട് വീൽസിൻ്റെ ബാഡ്ജിങ് ലോഗോയും മറ്റും കൊടുത്തിട്ടുണ്ട്. 2012 മാറ്റലിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. മുന്നിലെ ആ ഒരു ആക്സിലും കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിലും കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നിലേക്ക് വരുമ്പോൾ ആ ഒരു എക്സോസ്റ്റ് ടിപ്പ് ഒക്കെ തന്നെ ആ പൈപ്പ് കറക്റ്റായിട്ട് നമുക്ക് ഡ്യുവൽ എക്സോസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഡീറ്റെയിലും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി ഏത് വണ്ടി അൺഗാർഡ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.